ഫ്രണ്ട്സ്, ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിന്ന് ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ സ്കൂൾ പൂട്ടിയ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. പഴമൊന്നും ഇഷ്ടമില്ലാത്ത മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് പഴമൊക്കെ കഴിക്കുന്നതിന് പകരം ഇത് കഴിച്ചാൽ മതി. അതും ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിലൊന്നും ഇട്ട് പൊരിക്കുന്നതൊന്നുമല്ല, നമ്മൾ ആവിയിൽ നന്നായി വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ്. അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഇത് വളരെ ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റായ പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ 2 അണി ശർക്കരയാണ് ഇവിടെ എടുത്തത്. അതൊന്ന് പൊടിച്ചിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി ആവശ്യമുള്ളവർ 3 അണി വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷേ 2 അണി നല്ല മധുരം ഉണ്ട്. മക്കൾക്കൊക്കെ ആണെങ്കിൽ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മധുരം ഇടാം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഒന്ന് മെൽറ്റായി കിട്ടാനാണ് ഞാനിവിടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ നന്നായി കട്ടകളൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഏകദേശം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരിക്കണം. ഇതിലേക്ക് നന്നായി കല്ലും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് അത് അരിച്ചിട്ട് എടുക്കണം. അരിച്ചിട്ട് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി. ഒന്നത് ഞാൻ അരിച്ചെടുക്കുകയാണ്. നന്നായി ഒന്ന് എല്ലാ കട്ടകളും നന്നായി ഒന്ന് അലിയണം. അലിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അരിച്ചിട്ട് ഞാൻ ആ പാനിലേക്ക് തന്നെ രണ്ടാമതും അത് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വേണ്ടത് ആദ്യമായിട്ട് 1 കപ്പ് നാളികേരമാണ്. നാളികേരം നന്നായി ചിരവിയെടുത്ത നാളികേരം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ നാളികേരം 3 സെക്കൻഡൊക്കെ മതി. നന്നായി ഒന്ന് ആ ശർക്കരപ്പാനിയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 1 കപ്പ് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ 2 വിധം പഴം എടുക്കുന്നുണ്ട്. 1 കപ്പ് നേന്ത്രപ്പഴവും 1 കപ്പ് ചെറുപഴവുമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഒരു പഴം തന്നെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പഴം തന്നെ എടുക്കുക. ഒന്നുകിൽ ചെറുപഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഏതെങ്കിലും ഒന്ന് എടുത്താലും മതി. ഇത് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ശർക്കരപ്പാനിയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് പഴമൊക്കെ അതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് വെന്തിട്ട് നന്നായി ഉടഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. നന്നായി ഒന്ന് വേവിക്കണം. ഇനി നമുക്കൊന്ന് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് നന്നായി വെന്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് ഏലക്കായൻ്റെ പൊടിയും 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയുമാണ് ഇതിലിടേണ്ടത്. അത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം. ഇതുവരെ കയ്യിൽ ഈ കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ പഴമൊക്കെ നന്നായി ഉടയ്ക്കും. ഒരുപാട് ഉടയ്ക്കണം എന്നില്ല. കുറച്ച് കഷ്ണങ്ങളൊക്കെ അതിൽ കിടന്ന് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാട് നല്ല മിക്സിയിലൊക്കെ അടിക്കുന്ന പോലെ പേസ്റ്റ് ഒന്നും ആവണ്ട. ഒരുവിധം കഷ്ണങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ. അപ്പം നമുക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ആ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ പഴം ഒന്നും കൂടി അതിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി വേവണം എന്ന്. അപ്പോൾ അതും കൂടി കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് റവയാണ് എടുത്തത്. വറുത്ത റവയാണ് എടുത്തത്. നിങ്ങൾക്ക് വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു വറുത്ത റവ പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു പോരായ്മ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ റവ ഈ പഴത്തിലൊക്കെ നന്നായി മിക്സ് ആവണം. അതുകൊണ്ട് നമുക്ക് എത്ര വെള്ളമാണ് ഒഴിക്കേണ്ടത് അത്ര വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തിട്ട് ഇതെടുക്കണം. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഒന്ന് ആ ചൂടിൽ കിടന്നിട്ടൊന്ന് വേവാനാണ് കുറച്ചും കൂടി ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഒഴിച്ചിട്ട് നന്നായി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഉപ്പിടാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വേണമെങ്കിൽ ഉപ്പ് കുറച്ചിടാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് പിന്നെ ഞാൻ 1 സ്പൂണ് നെയ്യാണ് ഇവിടെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാത്തവർക്ക് നെയ്യ് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ചത്. ലാസ്റ്റാണിത് നെയ്യ് ഒഴിക്കാനേ പാടുള്ളൂ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അത് കഴിഞ്ഞ് നമുക്കത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇലയാണ്, വാഴയുടെ ഇലയാണ് എടുക്കേണ്ടത്. ഈ വാഴയുടെ ഇല ഇത്ര വീതിയിൽ മുറിച്ചാൽ മതി കേട്ടോ. ഇത്ര നീളത്തിൽ നമ്മൾ അടയൊക്കെ എടുക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മടക്കണം. ഒരു കോൺ ഷേപ്പിൽ മടക്കണം. എന്നിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലാണ് ഈ ഫില്ലിങ് നിറയ്ക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണോ
അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട്, അതായത് ആ എൻഡിലേക്ക് നമുക്ക് ആ മാവ് എത്താൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഈ കൈ വെച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ എൻഡിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലയുടെ ഷേപ്പിൽ നിങ്ങൾക്ക് ഇനി ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഷേപ്പ് ആക്കിയെന്നേ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടാക്കാൻ താല്പര്യം, ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വാഴയുടെ ഇല എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മടക്കി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതൊരു വെറൈറ്റി ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ എല്ലാം ഇത് മടക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫില്ലിങ് നിറച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാ സ്ഥലത്തേക്ക് പോയി നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെ പിന്നെ വാഴയുടെ ഇല നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയാലും വാഴ ഇലേൻ്റെ ടേസ്റ്റ് എന്തായാലും വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അട ചുടുന്ന പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എല്ലാം വെച്ചിട്ട് ഒന്ന് ആവിക്ക് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും ആവിക്ക് വെക്കണം. അപ്പോഴേ നല്ലോണം ഉള്ളു വെന്ത് കഴിഞ്ഞതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പം ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാൻ പോവാണ്. ഈ ഇല ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇലയൊക്കെ ഒഴിവാക്കിയാൽ ഇതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. അതുമല്ല, ടേസ്റ്റ് മാത്രമല്ല നല്ല സോഫ്റ്റാണത്. അപ്പോൾ നമ്മൾ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. റവയും പഴവും ഏലക്കായുടെ ടേസ്റ്റും ഒക്കെ കൂടി നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാത്തവരൊക്കെ നെയ്യ് ഒഴിവാക്കുക. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നെയ്യ് കുറച്ച് ഒഴിച്ചത്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.